തോമസിന്റെ കയ്യിൽ നിന്ന് മാത്യു 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകാം എന്ന വാഗ്ദാനത്തോടെ 2020 ഒക്ടോബർ 21 തീയതിയിൽ തോമസിന്റെ പേരിൽ ഒരു പ്രോമിസറി നോട്ട് മാത്യു ഒപ്പിട്ടുകൊടുക്കുന്നു. ശേഷം 2021 6 മാസത്തേക്കായി മാത്യു വിദേശത്തു പോകുന്നു. എന്നാൽ 3 വർഷമായിട്ടും പണം തിരികെ കിട്ടാഞ്ഞതുകൊണ്ട് 2023 ഡിസംബർ 21 തോമസ് മുൻസിഫ് കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്യുന്നു. അന്യായം ഫയൽ ചെയ്ത ശേഷം പ്രധാനമായും 2 ചോദ്യങ്ങൾ ഉയർന്നുവന്നു. ഒന്ന്, 2023 ഡിസംബർ 21 ഫയൽ ചെയ്ത ഈ അന്യായം ലിമിറ്റേഷൻ നിയമപ്രകാരം നിലനിൽക്കുമോ? 2, മാത്യുവിനു പകരം തോമസായിരുന്നു വിദേശത്തു പോയിരുന്നതെങ്കിൽ നിയമസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമായിരുന്നോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. പ്രോമിസറി നോട്ടിൽ ഒരു അന്യായം ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് സാധാരണ അത് നടപ്പിലാക്കുന്ന തീയതി മുതൽ 3 വർഷം വരെയാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ നിലവിലെ അന്യായം 3 വർഷ കാലയളവിനപ്പുറമാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ലിമിറ്റേഷന്റെ കാലയളവ് നീട്ടുന്നതും കാലയളവ് കണക്കാക്കുമ്പോൾ അത് ഒഴിവാക്കുന്നതും 2 വ്യത്യസ്ത വശങ്ങളാണ്. ലിമിറ്റേഷൻ നിയമം 5-ാം വകുപ്പ് പ്രകാരം ലിമിറ്റേഷന്റെ കാലാവധി നീട്ടുന്നത് ഒരു അന്യായം ഫയൽ ചെയ്യുന്നതിനെ ബാധിക്കുന്നില്ല. വ്യത്യസ്ത തലങ്ങൾക്കു കീഴിലുള്ള ചില കാലയളവുകൾ ഒഴിവാക്കുന്നതും അന്യായം ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് കണക്കാക്കുന്നതും ലിമിറ്റേഷൻ നിയമത്തിന്റെ 3-ാം ഭാഗത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. കേസിന്റെ വസ്തുതകളുമായി സാമ്യമുള്ള ഈ അധ്യായത്തിന് കീഴിൽ വരുന്ന 15(5) വകുപ്പ് ചുവടെ കൂട്ടിച്ചേർക്കുന്നു. ഏതൊരു അന്യായത്തിന്റെയും കാലയളവ് കണക്കാക്കുമ്പോൾ പ്രതി ഇന്ത്യയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ഹാജരായിട്ടില്ലാത്ത സമയം ഒഴിവാക്കാം. പ്രസ്തുത കേസിലെ പ്രതിയായ മാത്യു 6 മാസത്തേക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതിനാൽ 3 വർഷത്തെ കാലയളവ് കണക്കാക്കുമ്പോൾ 6 മാസത്തെ ഈ കാലയളവ് ഒഴിവാക്കാൻ വാദി തോമസിന് അർഹതയുണ്ട്. 2020 ഒക്ടോബർ 21 പ്രോമിസറി നോട്ട് നടപ്പിലാക്കിയ തീയതി മുതൽ ലിമിറ്റേഷൻ കാലയളവ് ആരംഭിക്കുന്നു. വാദിയെപ്പോലെ ലിമിറ്റേഷൻ കാലയളവ് കണക്കാക്കുമ്പോൾ 6 മാസം ഇന്ത്യയിൽ നിന്ന് പ്രതി മാറിനിന്ന കാലയളവ് ഒഴിവാക്കാൻ അർഹതയുണ്ട്. അതുകൊണ്ടുതന്നെ പ്രോമിസറി നോട്ട് നടപ്പിലാക്കിയതിന് 3.5 വർഷത്തിനുള്ളിൽ വാദിക്ക് കേസ് ഫയൽ ചെയ്താൽ മതിയാകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാധാരണ കാലയളവായ 3 വർഷത്തേക്കാൾ 6 മാസം കൂടുതൽ വാദിക്ക് ഈ കേസിൽ സമയം ലഭിക്കുന്നു. അതിനാൽ തോമസ് ഫയൽ ചെയ്ത ഈ കേസ് ലിമിറ്റേഷന്റെ കാലയളവിനുള്ളിൽ തന്നെയാണ്. കൂടാതെ കാലയളവിന്റെ പേരിൽ ഈ അന്യായം തള്ളിക്കളയാനാകില്ല. മറ്റൊരു ചോദ്യം, അന്യായം ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് കണക്കാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വാദിയുടെ അസാന്നിധ്യത്തെപ്പറ്റിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വാദിയുടെ അഭാവത്തിന് അന്യായം ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് കണക്കാക്കുന്ന കാര്യത്തിൽ പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ല. ചോദ്യത്തിൽ നിർദ്ദേശിച്ച പ്രകാരം പ്രതി ഇന്ത്യയിലായിരുന്നപ്പോൾ വാദി 6 മാസം വിദേശത്തായിരുന്നെങ്കിൽ അന്യായം ഫയൽ ചെയ്ത കാലതാമസം കാരണം നിലനിൽക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ മാത്യു ഇന്ത്യയിൽ നിന്ന് മാറിനിന്ന് 6 മാസം ഒഴിവാക്കിയതുകൊണ്ട് തോമസ് ഫയൽ ചെയ്ത അന്യായം ലിമിറ്റേഷൻ നിയമപ്രകാരം നിലനിൽക്കുന്നതായതിനാൽ കേസുമായി മുന്നോട്ടു പോകാവുന്നതുമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.